ഹലോ വിക്നേഷ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത് പഞ്ചാബ് കിങ്സ് 11 കുറിച്ചാണ്. കഴിഞ്ഞ സീസണിൽ ഫൈനലിലെത്തിയ ടീമുകളിൽ ഒന്ന് പഞ്ചാബ് കിങ്സ് ആയിരുന്നു. ബാംഗ്ലൂരിനോട് തോറ്റാണ് പഞ്ചാബ് കിങ്സിൻ്റെ കിരീടം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവാതെ പോയത്. കഴിഞ്ഞ ഫൈനലിലെത്തിയ രണ്ട് ടീമുകളും കപ്പടിക്കാത്ത ടീമുകളായിരുന്നു. ആരെടുത്താലും സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു. പക്ഷേ കുറച്ചുകൂടി എടുക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ടീം തന്നെയായിരുന്നു ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ്. പക്ഷേ ഇപ്രാവശ്യം രണ്ടും കൽപ്പിച്ച് തന്നെയാണ് പഞ്ചാബ് ഇറങ്ങുന്നത്. കൈവിട്ടുപോയ കിരീടം തിരികെ പിടിക്കുക എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ശ്രേയസ് അയ്യരും സംഘവും 19ാം സീസൺ IPL ഇറങ്ങുന്നതെന്ന് പറയാം. അപ്പോൾ കഴിഞ്ഞ സീസണിലെ അതേ ടീമിൽ നിന്ന് വലിയ പൊളിച്ചുപണികളൊന്നും നടത്താതെയാണ് ഇപ്രാവശ്യം പഞ്ചാബ് 19ാം സീസൺ IPL മത്സരങ്ങൾക്ക് ഒരുങ്ങുന്നത്. ഏകദേശം ഒരു 5-6 താരങ്ങൾ മാത്രം റിലീസ് ചെയ്തുള്ളൂ. അതുപോലെ 4 താരങ്ങളെ ബൈ ചേഞ്ച് ചെയ്തു. അങ്ങനെ വലിയൊരു ഉടച്ചുവാർക്കലൊന്നും നിൽക്കാതെ കഴിഞ്ഞ സീസൺ കളിച്ച അതേ ടീമിൻ്റെ ആ ഒരു ഇതിൽ തന്നെയാണ് പഞ്ചാബ് കിങ്സ് വീണ്ടും 19ാം സീസൺ കളിക്കാൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് പഞ്ചാബ് കിങ്സ് റിലീസ് ചെയ്ത് കളഞ്ഞ താരങ്ങൾ ആരൊക്കെയാണെന്നും അതുപോലെ തന്നെ ഓപ്ഷനിൽ ബൈ ചെയ്ത താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനലൊന്ന് തുടർന്ന് കാണാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി വിശേഷം. ഗ്ലെൻ മാക്സ്വെൽ അടക്കം 5 പ്ലേയേഴ്സിനാണ് പഞ്ചാബ് കിങ്സ് കഴിഞ്ഞ സീസണിൽ കളിച്ച ടീമിൽ നിന്ന് ഒഴിവാക്കിയത്. അതിൽ ഗ്ലെൻ മാക്സിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയാൻ വെച്ചാൽ കഴിഞ്ഞ സീസണിൽ വെറും 7 മാച്ചസിൽ നിന്ന് 48 റൺസാണ് ഗ്ലെൻ മാക്സിന് നേടാനായത്. ഹയസ്റ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ 30 റൺസ് മാത്രമാണ്. വളരെ ഒരു മോശം പ്രകടനം തന്നെയായിരുന്നു ഗ്ലെൻ മാക്സിൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ സീസണിൽ വന്നത്. അപ്പോൾ വേറെ വഴിയില്ല, പിരിച്ചുവിടനെ എന്ന് പഠിച്ചുള്ളൂ. പിന്നെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഓൾറൗണ്ടറായ ആരൺ ഹാഡി, ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പറായ ജോഷ് ഇംഗ്ലീഷ്, പിന്നെ കുൽദീപ് ഇന്ത്യൻ റൈറ്റ് ഹാൻഡ് മീഡിയം പേസർ കുൽദീപ് സിംഗ്, അതുപോലെ തന്നെ പ്രവീൺ ദുബേനെ റിലീസ് ചെയ്തെങ്കിലും 30 ലക്ഷം രൂപയ്ക്ക് ബേസ് പ്രൈസിൽ പഞ്ചാബ് ടീമിൽ നിലനിർത്തുക തന്നെയായിരുന്നു. IPL 2026 ഓപ്ഷനിൽ പഞ്ചാബ് കിങ്സ് വിളിച്ചെടുത്ത താരങ്ങളിൽ ആദ്യത്തെ താരം കൂപ്പർ കോനോലിയാണ്. കൂപ്പർ കോനോലി പെർത്ത് സ്കോച്ചേഴ്സിന് വേണ്ടി നല്ല പ്രകടനം കാഴ്ചവെച്ച ഒരു ആളാണ്. ലെഫ്റ്റ് ഹാൻഡ് ബാറ്ററായ കൂപ്പർ കോനോലി പെർത്ത് സ്കോച്ചേഴ്സിനെ ചാമ്പ്യന്മാരാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കാനും ഈ കൂപ്പർ കോനോലിക്ക് സാധിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയൻ റൈറ്റ് ഹാൻഡ് മീഡിയം പേസറായ ബെൻ ഡോഷസിന് 4.4 കോടി രൂപയ്ക്കാണ് പഞ്ചാബ് വിളിച്ചെടുത്തത്. പിന്നെ പ്രവീൺ ദുബേനെ ആദ്യം റിലീസ് ചെയ്തെങ്കിലും 30 ലക്ഷം രൂപയ്ക്ക് നിലനിർത്താൻ തീരുമാനിക്കുകയായിരുന്നു. പിന്നെ വിശാൽ നിഷാദ് എന്ന് പറഞ്ഞൊരു ആഭ്യന്തര ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് പ്ലെയറെയും പഞ്ചാബ് ടീമിലെത്തിയിട്ടുണ്ട്. അങ്ങനെ അധികം പൊളിച്ചുപണികളൊന്നും നടത്താതെ ഒരു നല്ലൊരു ടീമിനിടയ്ക്ക് 19ാം സീസണിൽ തങ്ങളുടെ ആദ്യ കിരീടം നേടാമെന്നൊരു ലക്ഷ്യമായിരിക്കും പഞ്ചാബ് കിങ്സിന് ഉണ്ടായിരിക്കുക. സൈഡ് ക്യാപ്റ്റനായി വരുന്ന ടീമിൽ പ്രിയാൻ ഷാരിയ, പൈല അവിനാഷ്, ഹർനൂർ സിംഗ്, നെഹാൽ വദാര എന്നിവരാണ് ബാറ്റർമാരായിട്ട് വരുന്നത്. ഓൾറൗണ്ടേഴ്സായിട്ട് വരുന്നത് മിച്ചൽ ഓവൻ, മുഷീർ ഖാൻ, ശശാങ്ക് സിംഗ്, ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറായ മാർക്കസ് സ്റ്റോയിനസ്, സുയൻ ഷഡ്ജെ, കൂപ്പർ കോനോലി 3 കോടി രൂപയ്ക്ക് പിടിച്ചെടുത്ത കൂപ്പർ കോനോലി, അതുപോലെ അഫ്ഗാനിസ്ഥാൻ ബോളിംഗ് ഓൾറൗണ്ടറായ അസ്മത്തുള്ള ഒമർ സാഹിബ്, മാർക്കോ ജാൻസൺ, സൗത്ത് ആഫ്രിക്കൻ ഓൾറൗണ്ടർ മാർക്കോ ജാൻസൺ, പ്രവീൺ ദുബെ, ഇവരാണ് ഓൾറൗണ്ടേഴ്സൊക്കെ വരുന്നത്. അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പേഴ്സായിട്ട് പ്രപ്സിമാൽ സിംഗും വിഷ്ണു വിനോദും, മലയാളി താരം വിഷ്ണു വിനോദും ഉണ്ട്. ബോളേഴ്സായി വരുന്നത് അർഷ്ദീപ് സിംഗ്, സേവിയർ ബട്ട്ലറ്റ്, യുസ്വേന്ദ്ര ചഹൽ, ലോക്കി ഫെർഗ്യൂസൺ, ഹർപ്രീത് ബാർ, വിജയകുമാർ വൈശാഖ്, മറ്റൊരു മലയാളി താരം വിജയകുമാർ വൈശാഖുണ്ട്. അതുപോലെ യശ് താക്കൂറുണ്ട്. ബെൻ ഡോഷ്യസ് 4.4 കോടി രൂപയ്ക്ക് വിളിച്ചെടുത്ത ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ബെൻ ഡോഷ്യസ് ഉണ്ട്. അതുപോലെ വിശാൽ നിഷാൽ എന്നിവരാണ് ബോളേഴ്സായി വരുന്നത്. അപ്പോൾ IPL പഞ്ചാബിൻ്റെ ആദ്യ മത്സരം വരുന്നത് ഗുജറാത്ത് ടൈറ്റൻസായിട്ടാണ് മാർച്ച് 31-ന്. പിന്നീട് ഏപ്രിൽ 3-ന് ചെന്നൈ സൂപ്പർ കിങ്സായിട്ടും, ഏപ്രിൽ 6-ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സായിട്ടും, ഏപ്രിൽ 11-ന് സൺറൈസേഴ്സ് ഹൈദരാബാദായിട്ടാണ് ആദ്യഘട്ടത്തിൽ പഞ്ചാബിൻ്റെ മത്സരങ്ങൾ. അപ്പോൾ ഈ ആദ്യഘട്ടത്തിലെ 4 മത്സരങ്ങളോടുകൂടി നമുക്ക് പഞ്ചാബിൻ്റെ പ്രകടനം എത്രത്തോളം നല്ലതാണെന്ന് ഈ മത്സരങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. കഴിഞ്ഞ ആ ഒരു ഫോം തന്നെ ഈ ഒരു സീസണിലും തുടരുന്നുണ്ടോയെന്ന് നമുക്ക് ആദ്യഘട്ടത്തിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ കഴിഞ്ഞ സീസണിൽ കൈവിട്ടുപോയ നഷ്ടപ്പെടുത്തിയ കിരീടം ഇപ്രാവശ്യം സീസണിൽ പഞ്ചാബ് എടുക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. അപ്പോൾ അടുത്തൊരു ടീമിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.